കാണുന്നില്ല. കുറച്ചു മാസങ്ങൾക്ക് ശേഷം അല്ലയോ ഹാജറ, നമുക്കൊരു യാത്ര പോകേണ്ടതുണ്ട്. നീയും കുഞ്ഞും തയ്യാറായിക്കോളൂ. അത്യാവശ്യം വേണ്ട വെള്ളവും ഭക്ഷണവും എടുത്തോളൂ. യാത്ര ചെയ്ത് തളർന്നല്ലേ, നമുക്ക് അല്പനേരം വിശ്രമിക്കാം. അതെ, ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تحوي إليهم وارزقهم من الثمرات لعلهم يشكرون. നാദാ, എൻ്റെ സന്തതികളിലെ ഒരു വിഭാഗത്തെ ഞാൻ കൃഷിയില്ലാത്ത ഈ താഴ്വരയിൽ നിന്റെ ആദരണീയ ഗേഹത്തിനടുക്കൽ പാർപ്പിച്ചിരിക്കുന്നു. നാദാ, അവർ ഇവിടെ നമസ്കാരം മുറപ്രകാരം നിലർത്തുന്നതിനാകുന്നു ഞാനിത് ചെയ്തിട്ടുള്ളത്. അതിനാൽ നീ ജനഹൃദയങ്ങളിൽ അവരോട് അനുഭാവമുണ്ടാക്കണമേ, അവർക്ക് ആഹരിക്കാൻ ഫലങ്ങൾ നൽകണമേ. അയ്യോ, കുഞ്ഞിനെ ഭക്ഷണം തന്നല്ലോ, എന്ത് ചെയ്യും? ഈ പിഞ്ചു കുഞ്ഞിനെ കൊണ്ട് ഞാൻ ഈ മരുഭൂമിയിൽ എന്ത് ചെയ്യും? ആരെങ്കിലും ഇതുവഴി വരുന്നുണ്ടോ എന്ന് നോക്കും. അത്
അനുഗ്രഹത്തിന് നന്ദി. ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം എന്റെ ഭർത്താവ് എന്റെയും കുഞ്ഞിനെയും ഈ മരുഭൂമിയിലാക്കിയിട്ട് പോയത്. അള്ളാഹു ഞങ്ങളെ സംരക്ഷിക്കുള്ളൂ. അള്ളാഹു ഞങ്ങളുടെ കൂടെ. ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ഇത് ഞങ്ങൾ അതിനെന്താ താമസിച്ചോളൂ. എന്താണ് അപ്പോൾ ഞങ്ങളെ തിരിച്ചു വയ്ക്കാൻ അള്ളാഹു പറഞ്ഞു. അതെ, നമ്മുടെ പരീക്ഷയുടെ കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. അതെ മോനെ, ഇനി നമ്മൾ ഇവിടെയാണ് താമസിക്കുക. ഇൻഷാ അല്ലാഹ്. നീ കിടന്നോ. സന്തോഷത്തിലും സമാധാനത്തിലും ദിവസങ്ങൾ കടന്നുപോയി. ദിവസങ്ങൾക്ക് ശേഷം ഒരു രാത്രി ഇബ്രാഹിം നബി ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു. അല്ലയോ ഇബ്രാഹിം, നിന്റെ പൊന്നോമന മകൻ ഇസ്മായിലിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി നൽകുക. ഞാൻ എന്താണ് കേട്ടത്? ഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലയോ ഇബ്രാഹിം, നിന്റെ പൊന്നോമന മകൻ ഇസ്മായിലിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി നൽകുക. ഒരേ സ്വപ്നം 2 തവണ കാണുകയോ? ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിനി അള്ളാഹുവിന്റെ കൽപ്പനയായിരിക്കുമോ? ഇനിയും ഒരു തവണ കൂടി ഇതേ സ്വപ്നം കാണുകയാണെങ്കിൽ ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണെന്ന് മനസ്സിലാക്കാം. അല്ലയോ ഇബ്രാഹിം, നിന്റെ പൊന്നോമന മകൻ ഇസ്മായിലിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിയർപ്പിക്കുക. ഇത് അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പന തന്നെ. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കണം. ഇസ്മായിലുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ, അവനോട് കൂടി അഭിപ്രായം ചോദിക്കാം. രാവിലെ ആവട്ടെ. അല്ലാഹ്, നീ എനിക്ക് ക്ഷമ നൽകണമേ. നിന്നെ അനുസരിക്കുന്ന ഉത്തമദാസന്മാരിൽ ഉൾപ്പെടുത്തണമേ റബ്ബേ. മോനെ, നീ എഴുന്നേറ്റോ? എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. നീ ശ്രദ്ധയോടെ കേൾക്കണം. എന്നിട്ട് നല്ലൊരു മറുപടി തന്നെ പറയണം. നിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിയർപ്പിക്കാനാണ് അള്ളാഹുവിന്റെ കൽപ്പന. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? യാ അബത്തി ഇഫ്അൽ മാ തുഅ്മർ സതജിദൂനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. അള്ളാഹുവേ, നിന്നെ അനുസരിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റബ്ബേ. ഹജറ, നീ ഇവനെ ഒരുക്കൂ. ഞങ്ങളൊരു യാത്രയ്ക്ക് പോവുകയാണ്. മതി മതി. റബ്ബേ, നിന്റെ പരീക്ഷണങ്ങൾ ക്ഷമയോടുകൂടി സ്വീകരിക്കുന്ന ഒരു മകനെ നൽകിയതിന് അൽഹംദുലില്ലാ, വളരെ നന്ദി റബ്ബേ. ഇതിൽ നിന്നുണ്ടാവുന്ന ഹൃദയവേദനയ്ക്ക് നീ ആശ്വാസം വരണമേ റബ്ബേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ വഴിതെറ്റിപ്പിക്കല്ലേ റബ്ബേ.
ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണമേ റബ്ബേ. ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. എന്നാൽ യാത്ര പുറപ്പെട്ടോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൊല്ലം പോലെ അദ്ദേഹം എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമായിരിക്കും. നീ ഇബ്ലീസാണ്, നീ ഇവിടുന്ന് ഇറങ്ങിപ്പോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹ്, കാര്യങ്ങളെല്ലാം ഞാൻ നിന്നിൽ തവക്കൽ ചെയ്യുന്നു. ഇബ്ലീസിന്റെ ശല്യത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം. മോനെ, നമുക്ക് ഇവിടെ ഇരിക്കാം. ഉപ്പ, ബലിയർക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്നെ കമിഴ്ത്തിക്കിടത്തി വലതുഭാഗത്തേക്ക് ചെരിച്ചു വെച്ച് വേണം മറക്കാൻ. എന്റെ മുഖം കണ്ടാൽ ഉപ്പാക്ക് കൂടുതൽ ബുദ്ധിമുട്ടാവും. എന്റെ കൈയും കാലും കെട്ടിവെക്കണം, അല്ലെങ്കിൽ ഞാൻ കിടന്നു പോയാലോ. കത്തി നല്ലവണ്ണം മൂർച്ച കൂട്ടണം. ഉടനെ കഴുത്തിൻ്റെ തറുക്കുബാപ്പ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പ. ഉടനെ കഴുത്തിൻ്റെ തറുക്കുബാപ്പ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പ. റബ്ബേ, മുറിയുന്നില്ലല്ലോ. റബ്ബേ, വീണ്ടും മുറിയുന്നില്ലല്ലോ. റബ്ബേ, വീണ്ടും വീണ്ടും മുറിയുന്നില്ല. എന്താണ് ഇതിന്റെ അർത്ഥം? അല്ലയോ ഇബ്രാഹിം, അള്ളാഹുവിന്റെ മഹത്തായ പരീക്ഷണത്തിൽ താങ്കൾ വിജയിച്ചിരിക്കുന്നു. അല്ലയോ ഇബ്രാഹിം, ഏറെ കരുണാമയനായ അള്ളാഹുവിന്റെ ഈ പരീക്ഷണത്തിൽ താങ്കളും മകനും വിജയിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ തൃപ്തിക്കായി ഇസ്മായിലിന് പകരം ഈ ആടിനെ വഴി നൽകുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു അക്ബർ.